രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പേര് ക്രൗഡ് പുള്ളറായിരുന്ന ശോഭാ സുരേന്ദ്രൻ്റെതായിരുന്നു. അതോടൊപ്പം തന്നെ എം.ഡി. രമേശ്, അദ്ദേഹം വളരെ ദീർഘകാലമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അർഹതപ്പെട്ടതായിരുന്നു. സ്വാഭാവികമായും ഒരു കോർപ്പറേറ്റ് എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനെ നോക്കിക്കാണുമ്പോൾ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ബി.ജെ.പിക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഈ താഴേക്കിടയിലുള്ള പ്രവർത്തകരെ, അണികളെ തൃപ്തിപ്പെടുത്താൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെന്നേ, നമുക്ക് ഈ ശോഭാ സുരേന്ദ്രനും അതേപോലെ തന്നെ എം.ടി. രമേശൊക്കെ താഴെത്തട്ടിൽ നല്ല ഗ്രിപ്പുള്ള ബി.ജെ.പി പ്രവർത്തകരുമായിട്ട് ഒപ്പം നടന്ന് പ്രവർത്തകർക്കിടയിലുള്ളൊരു ലീഡർഷിപ്പാണ് നമ്മൾ അവരിൽ കാണുന്നത്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ട് അണികളെ ചലിപ്പിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. ശോഭ തീർച്ചയായിട്ടും വലിയ ക്രൗഡ് പുള്ളറാണ്. എം.ടി. രമേശ് എന്ന് പറയുകയാണെങ്കിൽ ദീർഘകാലമായിട്ട് ഈ പാർട്ടിക്കകത്ത് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് താഴെത്തട്ടിലെ അണികളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ്. അപ്പോൾ നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ ഇവരിൽ ആരെങ്കിലും ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുമെന്ന് കരുതപ്പെട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. നമുക്കറിയാം, ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ശോഭ വരും എന്നൊക്കെ പറഞ്ഞാണ് ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ എന്തോരാളിലാണ് അത് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. രമേശിനേക്കാളൊക്കെ വളരെ കൂടുതൽ ഹൈപ്പാണ് ശോഭ സൃഷ്ടിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ശോഭയുടെ പേരെങ്കിലും നമ്മളെ കാര്യമായിട്ട് കേൾക്കുന്നില്ല എന്നുള്ള, രമേശിൻ്റെയും കേൾക്കുന്നില്ല. അത് അവസാനം രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തിച്ചേരുകയും അദ്ദേഹത്തിൻ്റെ ഒരു കോർപ്പറേറ്റ് ലീഡർഷിപ്പ് എന്ന് തന്നെയാണ് നമ്മളതിനെ വിശേഷിപ്പിക്കേണ്ടത്. അത് ഈ കാലത്ത് ബി.ജെ.പിക്ക് ആവശ്യമാണ് കേരളത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ പൊളിറ്റിക്സിൻ്റെ ഒരു ഗിമ്മിക്സ്, ആ ഗിമ്മിക്സ് പൊളിറ്റിക്സിൽ നിന്ന് വ്യത്യസ്തമായ വളരെ മാനേജറിയലായിട്ടുള്ളൊരു പൊളിറ്റിക്സിലേക്ക് ബി.ജെ.പിയുടെ പൊളിറ്റിക്സിനെ മാറ്റാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നേതൃത്വത്തിന് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ പതുക്കെ സൈലൻ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടായിരിക്കും യഥാർത്ഥത്തിൽ ഈ ബി.ജെ.പിയുടെ കേരളത്തിലെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം, അത് കേരളത്തിലെ ബി.ജെ.പിയിൽ ഉറപ്പിച്ചു വെക്കാനായിട്ട് കഴിയണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തന്നെയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമൊക്കെ ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും എന്ന് പറയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുകളുണ്ടായിരുന്നു. ഇപ്പോൾ 37 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അത് ഈ 35 സീറ്റ് എന്ന് പറയുമ്പോൾ വേറെ മണ്ഡലങ്ങളിലാണ് പിന്നീട് ഈ ആദ്യം നമ്മൾ കരുതും 35 സീറ്റ് നിലവിലുള്ളത് നിലനിർത്തിയിട്ട് 2 സീറ്റ് എക്സ്ട്രാ വാങ്ങിയെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. പക്ഷേ അല്ല, വേറെ ചില 25ഓളം മണ്ഡലത്തിലാണ് ബി.ജെ.പി അവിടെ ജയിച്ചത്. അത് നേരത്തെ നേടിയിരുന്ന സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഒരു 60-65 സീറ്റുകളിൽ നിഷ്പ്രയാസമായി വിജയിക്കാൻ കഴിയും. കാരണം ഈ പറഞ്ഞതുപോലെ 35 സീറ്റ് ആദ്യം നേടുന്നു, പിന്നെ 2 സീറ്റ് എക്സ്ട്രാ നേടി 37 ആണെങ്കിൽ ആ 37-ൽ മാത്രമാണ് വിജയസാധ്യത. ഇത് നേരത്തെ ഉണ്ടായിരുന്നെന്ന് വേറെ സീറ്റുകളാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 65-70 മണ്ഡലത്തിനടുത്ത് ബി.ജെ.പിക്ക് ശക്തമായി വിജയിക്കാൻ സാധിക്കും അവരുടെ കേഡർ സംവിധാനം ഉപയോഗിച്ച്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മേയറുടെ പക്വതയില്ലായ്മയും ഒപ്പം ഭരണവിരുദ്ധ വികാരവും എല്ലാം കൂടി ചേരുമ്പോൾ, പിന്നെ വി മുരളീധരനാണ് അതിൻ്റെ ചുമതല നൽകുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഓരോരുത്തരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ കഴിയും. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു വോട്ട് നേടാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയധികം ശക്തമായ ഒരു പിന്തുണ ഉണ്ടായിരുന്നൊരു സമയത്ത് പോലും അത്തരത്തിൽ ശശി തരൂരിന് വോട്ട് നേടി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായ അതിലേക്കാണ് വരേണ്ടത്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ എങ്ങനെ പരിശോധിക്കാതെ? അല്ല, തിരുവനന്തപുരത്തെ ആ കോൺസ്റ്റിറ്റ്യൂട്ട് പ്രത്യേകത എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് നല്ല വളക്കൂറുള്ള പ്രദേശമാണ്. ഞാൻ പൊതുവെ എൻ്റെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്ന സമയത്ത് കേരളത്തിൽ ആദ്യം ജയിക്കുന്ന അവരുടെ ലോകസഭാ നിയോജക മണ്ഡലം തിരുവനന്തപുരമായിട്ടാണ് ഞാൻ വിലയിരുത്തിയത്. നമ്മളെല്ലാവരും അങ്ങനെയാണ് വിലയിരുത്തിയത്. പക്ഷേ അത് നടന്നില്ല. ആക്ച്വലി
അതും അതേപോലെ തന്നെ തൃശ്ശൂരും ഈ വർഷം ജയിക്കാമായിരുന്നതാണ്. അതെ, അതെ, പക്ഷേ തീർച്ചയായിട്ടും. ജയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉം. പുതിയ പ്രസിഡന്റായിട്ട് വന്ന സമയത്ത് ഉം. തിരുവനന്തപുരത്തെ മതിലുകളിലൊക്കെ വലിയൊരു പോസ്റ്റർ പതിഞ്ഞിരുന്നു. ഉം. അത് രാജേഷിനെതിരായിട്ടുള്ള പോസ്റ്ററായിരുന്നു. ചന്ദ്രശേഖരനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് BJP നേതാവായിട്ടുള്ള രാജേഷാണെന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റർ എല്ലാ സ്ഥലത്തും അതെ, വന്നിരുന്നത്. അതെ. മാത്രമല്ല ഒരുപാട് പണം അദ്ദേഹം അപഹരിച്ചെന്നും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് അവരിൽ എന്ന് വെച്ചാൽ BJPക്കകത്തുള്ള ഗ്രൂപ്പിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മളതിനെ കണക്കാക്കുകയാണ്. അപ്പോൾ BJPയെയും എപ്പോഴും ബാധിക്കുന്നത് ഈ പരസ്പരമുള്ള പോരാട്ടം തന്നെയാണ്. അത് പുറത്തുള്ള ശക്തികളോട് മാത്രം പോരടിച്ചാൽ പോരാ, അകത്തുള്ള ശത്രുക്കളോടും പോരടിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പൊസിഷൻ അങ്ങനെ തന്നെ ആയിട്ട് നമ്മൾ കണക്കാക്കാവും. അകത്ത് യുദ്ധമുണ്ട്, പുറത്ത് യുദ്ധമുണ്ട്. രണ്ടും വിജയിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു വിജയശ്രീലാളിതനായിട്ട് ഈ കേരളത്തിൻ്റെ BJP നേതൃത്വത്തിന് ഇടയിലും അതുപോലെ പുറത്തും നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ സസൂക്ഷ്മം ഈ കാര്യങ്ങളെല്ലാം വീക്ഷിച്ച് ഇതിനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ O രാജഗോപാലിനെ പോലെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ വ്യക്തിപ്രഭാവം ഒരു വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന ഒരു നേതൃത്വം എന്ന നിലയിൽ അവരെ നമുക്ക് കണക്കാക്കാം. അല്ലാതെ ഒരു പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ അതിനുള്ളിലുള്ളവരെ കൂടി നേരിടേണ്ടി വരും. അത് അങ്ങനെ അത് പോകാൻ പറ്റുള്ളൂ. കാരണം ഈ ഇതിപ്പോൾ O രാജഗോപാലിനായാലും സുരേഷ് ഗോപിക്കായാലും ഈ ഉള്ളിലുള്ള യുദ്ധങ്ങളെ അതിജീവിക്കാൻ പറ്റും. അതിജീവിക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് അവരുടെ ഈ പുറത്തുള്ള ജനസമ്മതി തന്നെയായിരുന്നു. രാജഗോപാലിനെതിരെ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഒരിക്കലും അകത്തുള്ള ഗ്രൂപ്പുകൾക്ക് തോന്നുമായിരുന്നില്ല, അല്ലെങ്കിൽ കഴിയുമായിരുന്നില്ല. മുസ്ലിം വോട്ടുകൾ പോലും അദ്ദേഹത്തിന് ലഭിക്കും. അതെ, എല്ലാവരുടെ ഭാഗത്ത് നേടുന്നു. ഒപ്പം സുരേഷ് ഗോപി അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ധാരാളം സമാഹരിക്കാൻ, അങ്ങനെ രണ്ടുപേർക്ക് സമാഹരിക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷെ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ അസംബ്ലി നിയമമണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ ലോക്സഭാ നിയമമണ്ഡലങ്ങളെയും മാത്രം ആലോചിക്കാവുന്നതായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇതിൽ തികച്ചും വ്യത്യസ്തമാണ്. ഓരോ പ്രദേശത്തും അവർ കണ്ടെത്തുന്ന അതിനുവേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ പുട്ടപ്പ് ചെയ്യും. ഈ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിക്കുന്നത്. ചെറിയ ഒരു സപ്പോർട്ട് മാത്രമാണ് പാർട്ടിയുടെ ഉണ്ടാവും. എല്ലാ പാർട്ടികളും തീർച്ചയായിട്ടും. അപ്പൊ ഒന്ന് ഏറ്റവും കൂടുതലായിട്ട് ആളുകളുമായിട്ടുള്ള നല്ല രീതിയിൽ അടുപ്പമുള്ളവർക്കൊക്കെ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് 300, 400, 500 വീടുകൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ അത് മാത്രമല്ല, അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കില്ല അവർക്ക്. ഇപ്പൊ നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരം നടക്കുന്നുണ്ട്. CPMന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും അവർ വിജയം നേടിയിട്ടുള്ളത് ആശാവർക്കർമാരെ വെച്ചിട്ടായിരുന്നു. അവരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. കാരണം എല്ലാ വീടുകളിലും പോവുകയും അവരുടെ ആരോഗ്യകാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്താനായിട്ടുള്ള ശേഷിയുള്ളവരാണ്. അത്രയും റിലേഷൻ അവർക്കുണ്ട്. ആ റിലേഷൻ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പല ഘട്ടങ്ങളിലും CPM നല്ല രീതിയിൽ വിജയം ഭരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ അവിടെ ഒരു ചെറിയ പ്രശ്നം CPM നേരിടുമ്പോൾ അതിനെയും കൂടി മറികടക്കാനായിട്ടുള്ള ടാക്ടിക്സ് BJPക്ക് മുന്നോട്ട് വെക്കാനായിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെയും ചിലപ്പോൾ ആ തെരഞ്ഞെടുപ്പിലും അവർക്ക് വിജയം കണ്ടെത്താനായിട്ട് കഴിയും. പക്ഷേ ഇതെല്ലാനും അദ്ദേഹത്തിൻ്റെ ഒരു മാനേജറിയൽ കപ്പാസിറ്റി, എങ്ങനെ തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് മാക്സിമം യൂട്ടിലിറ്റി ഉണ്ടാക്കാൻ കഴിയും എന്ന് കാരണം അദ്ദേഹം ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ BJPയിൽ കാണുന്ന ഈ ഓൾഡ് ഫിഗേഴ്സ് അല്ലെങ്കിൽ BJPയുടെ സ്ഥിരം മുഖങ്ങൾ എന്ന് പറയും, അവയിൽ കാര്യമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നതാണ്. കാരണം പുതിയ മുഖങ്ങൾ, പുതിയ പാർട്ടി, പുതിയ മുന്നേറ്റം, ഇതായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ. അങ്ങനെ ആവാൻ സാധ്യത. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് BJPയിൽ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് മാറ്റങ്ങൾ വരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്നൊരു മനുഷ്യൻ കൂടിയാണ്. കാരണം തിരുവനന്തപുരത്ത് അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളോട് ഞാൻ പണി നിർത്തിയെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ O രാജഗോപാൽ അദ്ദേഹമൊക്കെ എത്ര തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെന്നറിയാം. വീണ്ടും അദ്ദേഹം വന്ന അവസാനം ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അതോടൊപ്പം തന്നെ തീരെ സാധാരണക്കാർക്കിടയിലേക്ക് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അല്ല, സ്ട്രെസ് എന്ന് പറയുന്നത്, ഈ പൊളിറ്റിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് അതിജീവിക്കാൻ കഴിയാത്ത ഒരാൾക്കും പൊളിറ്റിക്കൽ ലീഡറാവാൻ പറ്റില്ല. അതെ. ആ സ്ട്രെസ്സിനെ അതിജീവിക്കാൻ കഴിയുന്നവർ ഒരിക്കലും ഞാൻ ഈ പണിക്കില്ല എന്ന് പറയുകയുമില്ല. പക്ഷെ അത് അദ്ദേഹം പതുക്കെ ഇതിനകത്തേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞതും പ്രവർത്തിച്ചുമാണ്. കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കാരണം അദ്ദേഹം അവിടെ നിന്ന്
പഠിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയം എന്താണ് എന്ന് പഠിക്കുകയാണ്. അതെ. ആ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ലീഡർഷിപ്പിനെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ കോർപ്പറേറ്റ് കമ്പനികളിൽ ഒക്കെ ലീഡർഷിപ്പ് പ്രവർത്തിക്കുന്നത് പോലെ അല്ല രാഷ്ട്രീയ പാർട്ടികളിലെ ലീഡർഷിപ്പ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ് രാജീവ് ചന്ദ്രശേഖരനുണ്ടാവും. ഇനി കുറേ നാളുകൾ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അനുഭവങ്ങൾ, അറിവുകൾ, അതൊക്കെ അദ്ദേഹത്തെ പുതിയ രൂപത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കും. അത് മുതൽക്കൂട്ടാക്കി മാറ്റിയാൽ ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട പൊസിഷനിലേക്ക് BJPയുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് അതിൻ്റെ ഫലങ്ങളെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ BJP നടത്തിയ പരീക്ഷണം വിജയമാണെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് വലിയ പരാജയമായിട്ട് മാറും. തീർച്ചയായും അത് നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ അധ്യക്ഷനായതിൽ BJPക്ക് ഉണ്ടായ നേട്ടം ഏത് തരത്തിലാണെന്ന് ആ റിസൾട്ടിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. അതുവരെ കാത്തിരിക്കാം.